നിലമ്പൂർ റിപ്പോർട്ടർ എക്സ്പ്രസ് നിലമ്പൂരത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ പോളിംഗ് ബൂത്തിലെത്താൻ ഇനി 2 നാൾ മാത്രമാണ് അവശേഷിക്കുന്നത്. നാളെയാണ് കുട്ടിക്കലാശം. യഥാർത്ഥത്തിൽ ഇന്നലെ കുട്ടിക്കലാശത്തിനൊരു പ്രതീതി ഉണ്ടായിരുന്നു. സൂപ്പർ സൺഡേ ആയിരുന്നു. ജമാഅത്തെ ഇസ്ലാമി UDF ബന്ധം ഉയർത്തി CPM പ്രചരണം ശക്തമാക്കുന്നു. ഒരു ഭാഗത്ത് മുഖ്യമന്ത്രിയുടെ മണ്ഡല പര്യടനം വലിയ നേട്ടം ചെയ്തതായിട്ടാണ് ഇടത് ക്യാമ്പിന്റെ വിലയിരുത്തൽ. വന്യജീവി പ്രശ്നം കോൺഗ്രസ് ഉയർത്തുകയാണെങ്കിൽ സ്വാഗതാർഹം എന്ന് M സ്വരാജ് പ്രതികരിച്ചു. പ്രചാരണം കൊഴുപ്പിക്കുകയാണ്. ആര്യാടൻ ഷൗക്കത്ത് കളം നിറഞ്ഞു. UDFും LDF വോട്ടുകളിൽ കണ്ണും നട്ട് PV അൻവറിന്റെ പ്രചരണവും ശക്തമാവുകയാണ്. കളം നിറഞ്ഞ് മോഹൻ ജോർജും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവരുടെയൊക്കെ പ്രതികരണങ്ങൾ സ്ഥാനാർത്ഥികളുമായിട്ടൊക്കെ ഞങ്ങളുടെ പ്രതിനിധികൾ സംസാരിച്ചു. നിലവിൽ നമുക്ക് സ്വരാജിന്റെ പ്രതികരണമാണ് കിട്ടിയിരിക്കുന്നത്. രാവിലെ നമുക്ക് സ്വരാജുമായി നമ്മൾ സംസാരിച്ചു, കേൾക്കാം. വൈകിയെങ്കിലും അവർ യാഥാർത്ഥ്യബോധം തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അത് സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്. എല്ലാറ്റിനും നമ്മൾ അവരെ വിമർശിക്കാൻ പാടില്ലല്ലോ. ഞങ്ങൾ തുടക്കം മുതലേ പറഞ്ഞിരുന്നു, നാടിനെയും ജനങ്ങളെയും ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത് ഏത് തിരഞ്ഞെടുപ്പിലും. വന്യജീവി ആക്രമണം തീർച്ചയായും നിലമ്പൂർ പോലെ ഒരു നിയോജക മണ്ഡലത്തിൽ സവിശേഷ പ്രാധാന്യമുള്ളതാണ്. വന്യജീവികളുടെ ആക്രമണം തടയുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ വളരെ വിപുലമായ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. അത് അംഗീകാരം കിട്ടണം, അതിന് കേന്ദ്രത്തിൻ്റെ അനുമതി ലഭിക്കണം, അംഗീകാരം ലഭിക്കണം. ഈ കാര്യങ്ങളെല്ലാം ജനങ്ങളുടെ മുൻപാകെ ഞങ്ങൾ ചർച്ച ചെയ്തു. വൈകിയാണെങ്കിലും മറ്റാരെങ്കിലും ഇത്തരം ചർച്ചകളിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ അത് സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്. അത് നല്ല കാര്യമെന്നേ ഞാൻ പറയും. VS രഞ്ജിത്ത് നമുക്കൊപ്പമുണ്ട്. VS രഞ്ജിത്ത്, ഇനി കൊട്ടിക്കലാശത്തിന് 2 നാൾ മാത്രമാണ് ബാക്കി. റോഷിപാലുണ്ട്. നമുക്ക് ആദ്യം രഞ്ജിത്തിലേക്ക് ഒന്ന് പോകാം. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. നിലമ്പൂരിൽ എങ്ങനെയാണ്? മഴയുണ്ടോ ഇന്ന്? നിലമ്പൂരിൽ നല്ല മഴയാണ്. രാവിലെ നല്ല മഴയുണ്ടായിരുന്നു. ഇപ്പോൾ ഒരല്പം ചോർച്ചയുണ്ടെങ്കിലും ഒരു മഴയുടെ മൂഡ് തന്നെയാണ് ഇപ്പോൾ രാവിലെ മുതൽ. ഓക്കെ, റെഡ് അലേർട്ട് ആണല്ലോ മലപ്പുറം ജില്ലയിൽ മൊത്തം റെഡ് അലേർട്ടാണ്. റെഡ് അലേർട്ടാണ്. മഴയുടെ തോർച്ചയുണ്ടെങ്കിലും പ്രചരണത്തിന് ഒട്ടും കുറവില്ല. ഇന്നും ഒറ്റ ദിവസമാണ് ഇനിയിപ്പോൾ കിട്ടുക. നാളെ കുട്ടിക്കലാശമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നിശബ്ദ പ്രചരണമായി. എന്തായാലും കൊണ്ടുപിടിച്ച പ്രചരണമാണ്. വിഷയങ്ങളൊക്കെ തെളിഞ്ഞു വരുന്നുണ്ടോ മണ്ഡലത്തിൽ? തീർച്ചയായിട്ടും ഈ മഴയ്ക്കും കാറ്റിനും ഒന്നും തണുപ്പിക്കാൻ പറ്റാത്ത പ്രചരണച്ചൂടാണ്. പ്രത്യേകിച്ച് ഇന്നലെയൊക്കെ ഒരു കൊട്ടിക്കലാശത്തിൻ്റെ മതിപ്പുണ്ടായിരുന്നു ഇന്നലത്തെ പ്രചരണത്തിനൊക്കെ. പ്രചരണത്തിൽ LDF ഇന്നിപ്പോൾ സ്വരാജിൻ്റെ പ്രതികരണം കൂടി രാവിലെ വന്നിട്ടുണ്ട്. LDFിൻ്റെ പ്രചാരണ വിഷയങ്ങളെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും സർക്കാരിൻ്റെ നേട്ടങ്ങളാണ്. അതിൽ UDF ഉയർത്തുന്ന ഓരോ വിഷയങ്ങൾക്കും മറുപടി പറഞ്ഞുകൊണ്ടാണ് LDF പോയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്കറിയാം, പെൻഷൻ വിഷയത്തിൽ തുടക്കത്തിൽ തന്നെ പെൻഷൻ ഒരു കൈക്കൂലിയായി കൊടുക്കുന്നു എന്നുള്ളതായിരുന്നു KC വേണുഗോപാൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം. അതിന് മറുപടിയായി പെൻഷൻ ഒരു ക്യാമ്പയിനായി എടുത്തുകൊണ്ടാണ് LDF അതിന് മറുപടി പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ പെൻഷൻ ആരാണ് കൊടുത്തു തുടങ്ങിയത്, 80-ൽ പെൻഷൻ കൊടുക്കുമ്പോൾ എന്താണ് സംഭവിച്ചത്, പിന്നീട് ഇങ്ങോട്ട് പെൻഷൻ കുടിശ്ശിക UDFിൻ്റെ ഭരണകാലത്ത് എത്രയായിരുന്നു എന്നൊക്കെ കണക്ക് പറഞ്ഞുകൊണ്ട് പെൻഷൻ വിവാദത്തിന് മറുപടി പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയാണ് പിന്നീട് LDF അങ്ങോട്ട് മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട ആരോപണം. എന്ന് പറഞ്ഞാൽ UDFിന് ഒരു ചെക്ക് വെച്ചുകൊണ്ട് LDF പറഞ്ഞ പ്രധാനപ്പെട്ട ആരോപണം അത് ജമാഅത്തെ ഇസ്ലാമി വിഷയമായിരുന്നു. അതിന് മറുപടി ആയിക്കൊണ്ട് UDF സ്വാഭാവികമായിട്ടും നേരത്തെ LDFും ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുണ്ടായ ബന്ധം മുന്നോട്ട് വെച്ച് വിശദീകരിച്ചു. പിന്നീട് പെട്ടി വിവാദം ഉണ്ടായി. അത് പിന്നീട് ആരും ഏറ്റെടുക്കാതെ പോകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളതും. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വന്യജീവി സംഘർഷത്തിൻ്റെ വിഷയം വീണ്ടും പ്രചരണ വിഷയമായിട്ട് വരികയാണ്. പ്രത്യേകിച്ച് ഇന്നലെ പ്രിയങ്ക ഗാന്ധി ഗഫൂറിൻ്റെ വീട്ടിൽ, കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയ ഗഫൂറിൻ്റെ വീട്ടിൽ പോവുകയും വന്യജീവി സംഘർഷത്തിൻ്റെ വിഷയം വീണ്ടും ഉന്നയിക്കപ്പെടുന്നു. ഇന്നിപ്പോൾ സ്വരാജ് അതിന് മറുപടി പറഞ്ഞത്, വന്യജീവി സംഘർഷത്തിൻ്റെ വിഷയം UDF ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളതിൽ സന്തോഷിക്കുന്നു. കാരണം അത്തരമൊരു വിഷയം പ്രചരണ വിഷയമായി വരേണ്ടതാണ് എന്നുള്ളൊരു മറുപടിയാണ് സ്വരാജ് കൊടുത്തിട്ടുള്ളത്. ഏതായാലും കൊണ്ടും കൊടുത്തുമുള്ള പ്രചരണമാണ്. മുഖ്യമന്ത്രി 3 ദിവസം മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്തു. ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തെ ഏറ്റവും കൂടുതൽ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടായിരുന്നു പഞ്ചായത്തുകൾ തോറും മുഖ്യമന്ത്രി പ്രസംഗിച്ചത്. ഇന്നലെ 3 പഞ്ചായത്തുകളിൽ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഒക്കെ മുഖ്യമന്ത്രി നടത്തിയ പ്രചരണം അത് ഗുണം ചെയ്തു എന്നുള്ള ഒരു വിലയിരുത്തലാണ് LDF ഉള്ളത്. ഓക്കെ, അതിൻ്റെ മറുഭാഗത്തെ വിശേഷങ്ങൾ റോഷിപാൽ പങ്കുവയ്ക്കും. റോഷിപാൽ, ഷൗക്കത്തിൻ്റെ പ്രചരണം ഇന്നിപ്പോൾ എങ്ങനെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്? ഈ ഒരു ഭാഗത്ത് വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് ഭരണപക്ഷം പ്രചരണം ഘടിപ്പിക്കുന്നു. മറുഭാഗത്ത് ഭരണവിരുദ്ധ വികാരത്തിലാണ് പ്രതീക്ഷയുള്ളത്. ആദ്യം കൊണ്ടുവന്ന വിഷയങ്ങളിൽ പലതും തിരിച്ചടിച്ചുവെന്ന് UDF ക്യാമ്പ് കരുതുന്നുണ്ടെങ്കിലും മണ്ഡലത്തിൽ ഭരണവിരുദ്ധ വികാരത്തെ ഒന്നുകൂടി ശക്തമാക്കി ആളിക്കത്തിച്ചാൽ വ്യക്തമായ ഭൂരിപക്ഷം നേടാം എന്നുള്ളതാണ് UDF ക്യാമ്പിൻ്റെ കണക്കുകൂട്ടൽ. ഇതിൽ PV അൻവർ കൊണ്ടുപോകുന്ന വോട്ടിൽ ചെറിയ ആശങ്കയൊക്കെ ഉണ്ട് എങ്കിൽ പോലും. അപ്പോൾ എങ്ങനെയാണ് ഇന്നിപ്പോൾ ആര്യാടൻ ഷൗക്കത്തും സംഘവും പ്രചരണം പ്ലാൻ ചെയ്തിരിക്കുന്നത് റോഷിപാൽ? അരുൺകുമാർ, ഇന്ന് നിലമ്പൂർ നഗരസഭയിലും മൂത്തേടം പഞ്ചായത്തിലുമാണ് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രചാരണം നടക്കുന്നത്. അതിനു പുറമെ മുസ്ലിം ലീഗ് നേതാവ്
സാദിഖ് അലി ഹൈദരലി തങ്ങൾ ഇന്നൊരു ജാഥ നയിക്കുന്നുണ്ട്, പ്രചാരണ ജാഥ മണ്ഡലത്തിൽ ഉടനീളം. അത് രാവിലെ 11 മണിയോടെ KC വേണുഗോപാലും PK കുഞ്ഞാലിക്കുട്ടിയൊക്കെ ചേർന്നാണ് ആശീർവദിച്ച് അതിന് ഉദ്ഘാടനം ചെയ്യുക. അങ്ങനെ ആ പ്രചാരണം പല തരത്തിൽ ഇന്ന് നടത്തുകയാണ്. അതിനൊപ്പം തന്നെ ഗൃഹസന്ദർശനം അത് MLA-മാരും MP-മാരും ഒക്കെ നടത്തുന്നുണ്ട്. പല പ്രധാനപ്പെട്ട നേതാക്കളും അവർ പ്രചാരണ രംഗത്തുണ്ടോ എന്ന് നമുക്കറിയില്ല. കാരണം അവർ വീട് കയറി വോട്ട് പിടിക്കുകയാണ്. MLA-മാരും MP-മാരും. UDF-ന്റെ മുൻ കൺവീനർ ബെന്നി ബെഹനാൻ അടക്കം നമ്മൾ ചിത്രത്തിൽ കാണുന്നില്ല. പക്ഷെ അവരൊക്കെ ക്യാമ്പ് ചെയ്ത് വീട് കയറുകയാണ്. അങ്ങനെ ഒട്ടേറെ MLA-മാരുണ്ട് അങ്ങനെ പ്രവർത്തനം നടത്തുന്നവർ. അങ്ങനെ UDF-നെ സംബന്ധിച്ചിടത്തോളം അവസാന ഘട്ടത്തിൽ പ്രചാരണം അത് രാഷ്ട്രീയ ചർച്ചകളിലേക്ക് നീങ്ങിയത് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. കാരണം ആദ്യഘട്ടങ്ങളിലൊക്കെ വിവാദങ്ങളാണ്. പിന്നീട് ജമാഅത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ വിവാദമായി, KC വേണുഗോപാൽ നടത്തിയ പെൻഷനുമായി ബന്ധപ്പെട്ട പ്രസംഗം, ഇതിനൊക്കെ മറുപടി പറഞ്ഞു പോകുമ്പോൾ വലിയ ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ രാഷ്ട്രീയം ചർച്ച ചെയ്തു തുടങ്ങിയപ്പോൾ ആത്മവിശ്വാസമുണ്ട്. എന്തായാലും വിജയം ഉറപ്പാണ് എന്ന് തന്നെയാണ്. കാരണം പ്രാദേശികമായ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് വന്യജീവി ആക്രമണം, അത് നിലമ്പൂരിൽ ജനങ്ങളുടെ പ്രശ്നമാണ്, ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. അങ്ങനെ തുടങ്ങിയ നിലമ്പൂരിലെ വികസന പ്രശ്നങ്ങളും സംസ്ഥാനത്തെ വിവിധ വിഷയങ്ങൾ, പെൻഷൻ മുടങ്ങിക്കിടക്കുന്നത്, പട്ടികജാതി വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ, അങ്ങനെ തുടങ്ങിയ ഓരോ പ്രശ്നങ്ങൾ ഒന്നൊന്നായി ഇവിടെ ചർച്ച ചെയ്തു പോവുകയാണ്. അതാണ് വേണ്ടത് ശരിക്കും റോഷി. അതായത് ആരോഗ്യകരമായ രാഷ്ട്രീയം പറഞ്ഞുള്ള ബുദ്ധിമുട്ടുകളും ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും ജനങ്ങൾ അനുഭവിക്കുന്ന സൗകര്യങ്ങളും ഇതൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു പ്രചരണമാണ് മണ്ഡലത്തിൽ വേണ്ടത്. ആ മണ്ഡലത്തിലെ പ്രചരണം എങ്ങോട്ടൊക്കെ പോയി. അതേസമയം നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. നിലമ്പൂരിൽ UDF-ന്റെ ആണെങ്കിലും LDF-ന്റെ ആണെങ്കിലും ഇപ്പോൾ UDF-ന്റെ ഇപ്പോൾ ബെന്നി ബെഹനാന്റെ കാര്യം പറഞ്ഞു, അതേപോലെ ശബരിനാഥിന്റെ കാര്യം പറഞ്ഞു, ചാണ്ടി ഉമ്മന്റെ കാര്യം പറഞ്ഞു. ഇങ്ങനെ കുറേ നേതാക്കൾ, നമ്മുടെ CR മഹേഷ്, ഇവരൊക്കെ എടുക്കുന്ന പണി നമ്മളൊന്ന് കാണണം കേട്ടു. ഇവർ ഓരോ സ്ഥലങ്ങളിലും ബൂത്തുകളിലും ഒക്കെ പോയി ആൾക്കാരെയൊക്കെ നേരിട്ട് കണ്ട് സംസാരിക്കുക. ഇവരൊന്നും ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് വലിയ അഭ്യാസമൊന്നും കാണിക്കാത്ത മനുഷ്യരാണ്. വളരെ കൃത്യമായിട്ട് പണിയെടുക്കുന്ന കോൺഗ്രസിലെ ഒരു ക്രെഡിബിളായിട്ടുള്ള കുറേ മനുഷ്യരുണ്ട്, ക്രെഡിബിളായ നേതാക്കളുണ്ട്. അതേപോലെ LDF-ന്റെ ഭാഗത്തുമുണ്ട്, BJP-യുടെ ഭാഗത്തുമുണ്ട്. പക്ഷേ അവരുടെ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കാൻ പാടില്ല. എല്ലായിടങ്ങളിലെ മനുഷ്യരെയും ഈ നേതാക്കന്മാർ കാണുന്നത് കണക്ടിവിറ്റി ഉറപ്പിക്കുന്നത്, ലാസ്റ്റ് മിനിറ്റ് കണക്ടിവിറ്റി എന്ന് നമ്മൾ പറയും. അപ്പോൾ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.